Hi all, welcome back to my new video. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ റെറ്റിനോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് റെറ്റിനോൾ, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു റെറ്റിനോൾ പ്രൊഡക്റ്റ് ഏതാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നിവയെ പറ്റിയിട്ടൊക്കെയാണ്. ഇവയെ പറ്റിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഈ പറയുന്ന റെറ്റിനോൾ എന്ന് പറഞ്ഞുതരാം. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. ഈ ഒരു റെറ്റിനോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഉപകാരം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഫേം ആകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന റെറ്റിനോൾ എന്നുള്ളത്. എന്നാൽ ഈ റെറ്റിനോൾ നമ്മൾ ഒരിക്കലും ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതെപ്പോഴും നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സാധനമാണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് സൺലൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും നമ്മൾ നമ്മുടെ നൈറ്റ് ടൈമിൽ മാത്രം, നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ മാത്രമേ ഇത് നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യവുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റെറ്റിനോളിനെ പറ്റിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഓവറോൾ ഉള്ളൊരു കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല റെറ്റിനോൾ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റെറ്റിനോൾ പ്രൊഡക്റ്റാണ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു റെറ്റിനോൾ പ്രൊഡക്റ്റ്. ഇത് പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന റോസിപ്പ് റെറ്റിനോൾ നൈറ്റ് ഓയിലാണ്. ഇത് പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ സീക്രട്സ് ഓഫ് ജേജു ഐലൻഡ് എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ജേജു എന്ന് പറയുന്ന ഐലൻഡ് ഒരു കൊറിയൻ ഐലൻഡാണ്. ഐലൻഡ് ഓഫ് ഗോഡ്സ് എന്നറിയപ്പെടുന്ന ഒരു കൊറിയൻ ഐലൻഡിൽ നിന്നുള്ള ബ്യൂട്ടി ഫോർമുലേഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു റോസ്ഹിപ്പ് റെറ്റിനോൾ നൈറ്റ് ഓയിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, ഇതിൻ്റെ ബോട്ടിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഔട്ടർ ബോക്സാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു പാക്കേജിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഇത് 30 ml പാക്കേജാണ്. 595 രൂപയാണ് ഇതിൻ്റെ MRP വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ കവറിങ് അല്ലെങ്കിൽ ഒരു ഔട്ടർ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസിപ്പ് ഓയിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റെറ്റിനോൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അവക്കാഡോ ഓയിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നൈറ്റ് ഓയിലിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ലിസ്റ്റും അതുപോലെ തന്നെ അവയുടെ സോഴ്സസും എല്ലാം ഈ ഒരു ബ്രാൻഡിൻ്റെ പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. ഇതിൻ്റെ അകത്ത് പാരബൻസ് അടങ്ങിയിട്ടില്ല, സൾഫേറ്റ്സ് ഒന്നും അടങ്ങിയിട്ടുമില്ല. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ബോത്ത് ജെൻഡേഴ്സിന്, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പീറ്റ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റോസിപ്പ് റെറ്റിനോൾ നൈറ്റ് ഓയിൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എങ്ങനെയാണ് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് റെറ്റിനോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ഒരു റെറ്റിനോൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് ഏതൊരു റെറ്റിനോൾ പ്രൊഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട്, ആദ്യത്തെ തവണ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അലർജീസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ബാക്കിയുള്ള കണ്ടിന്യൂസ് യൂസേജിലൊക്കെ പോകാൻ പാടുള്ളൂ. അതെങ്ങനെയാണ് പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ പാംസിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അലർജീസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈവൻ അത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമലി നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലാണ് റെറ്റിനോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ആദ്യത്തെ ദിവസം അവരുടെ നൈറ്റ് കെയർ റുട്ടീനിൽ ഈ ഒരു റെറ്റിനോൾ പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം 2 ദിവസം വെയിറ്റ് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പമില്ല, ഒരു ഇറിറ്റേഷനും ഇല്ല, നമ്മുടെ സ്കിൻ ഇതിനുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമുക്ക് തോന്നുവാണെങ്കിൽ 2 ദിവസത്തിന് ശേഷം വീണ്ടും എഗെയിൻ ഈ ഒരു റെറ്റിനോൾ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെ 2 ദിവസം ഇടവിട്ട് ഒരു 2 ആഴ്ച സമയത്തേക്ക് ഈ റെറ്റിനോൾ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. 2 ആഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പമില്ല, സ്കിൻ റെറ്റിനോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തി, അല്ലെങ്കിൽ സ്കിൻ ഇതുമായിട്ട് എന്താ പറയുക, നമ്മൾ പറയും അക്ലമറ്റൈസ് ചെയ്യുക എന്ന് പറയും, അതിനോട് പൊരുത്തപ്പെട്ട ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ ഇത് ഓരോ ദിവസം ഇടവിട്ട് റെറ്റിനോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. റെറ്റിനോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതിങ്ങനെ മെല്ലെ മാത്രമേ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ റെറ്റിനോൾ നമുക്ക് ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനും യാതൊരു കുഴപ്പമില്ല. പക്ഷേ റെറ്റിനോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഒരു റെറ്റിനോൾ പ്രോഡക്റ്റ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മറ്റ് ചില സിറംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ AHA, BHA, സാലിസിലിക് ആസിഡ്, വൈറ്റമിൻ C സിറംസ്, ഇതൊന്നും റെറ്റിനോളിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതേസമയം നയാസിനമൈഡോ അല്ലെങ്കിൽ ഹ്യാലുറോണിക് ആസിഡോ അങ്ങനത്തെ സിറംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. വൈറ്റമിൻ C സിറം, AHA, BHA, സാലിസിലിക് ആസിഡ്, ഇവയൊന്നും നമ്മൾ റെറ്റിനോൾ പ്രൊഡക്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അവയ്ക്ക് കാരണം ഇവയുടെ എല്ലാം ഉള്ളിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ റിയാക്ഷനും കൂടുതൽ അലർജിയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവയൊന്നും ഒരിക്കലും നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പിൽഗ്രിം റോസ്ഹിപ്പ് റെറ്റിനോൾ നൈറ്റ് ഓയിലിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നിന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതിനുശേഷം ടോൺ ചെയ്യുക. ടോൺ ചെയ്തിട്ട് നല്ലതുപോലെ ഡ്രൈ ആവുകയും ചെയ്യണം. നമ്മുടെ മുഖം ഒരിക്കലും ഡാംപ് ആയിട്ടിരിക്കാൻ പാടില്ല, നനഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന റെറ്റിനോൾ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഇന്നർ ലെയേഴ്സിലേക്ക് ഒരുപാട് ആഴ്ന്നിറങ്ങും. അത് പിന്നെയും അലർജിക് റെസ്പോൺസസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ ഒരിക്കലും നനഞ്ഞിരിക്കാൻ പാടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഒരു റോസ്ഹിപ്പ് റെറ്റിനോൾ നൈറ്റ് ഓയിൽ ആയാലും മറ്റ് റെറ്റിനോൾ പ്രൊഡക്റ്റ് ആയാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം, നല്ലതുപോലെ ടോൺ ചെയ്തിട്ടും ഉണ്ടാവണം. അതിനുശേഷമാണ് നമ്മൾ നോർമലി ഒരു റെറ്റിനോൾ പ്രൊഡക്റ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. നോർമലി ഈ റെറ്റിനോൾ പ്രൊഡക്ട്സ് ഏതായാലും കുറച്ച് തുള്ളി എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് പിന്നെ നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു 3-4 ഡ്രോപ്സ് നമ്മൾ നമ്മുടെ കയ്യിലെടുക്കുക. അതിനുശേഷം മെല്ലെ അതൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം താടിയിൽ നിന്ന് മുകളിലേക്ക്, നമ്മുടെ ഈ ഒരു ചിൻ ഏരിയയിൽ നിന്ന് മുകളിലേക്ക് മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആയി പോകും. അതിനുശേഷം നമ്മുടെ മുഖത്ത് മോയ്സ്ചറൈസർ ഇടുക. അതിനുശേഷം നൈറ്റ് ടൈം ആണെങ്കിലും ചെറിയ രീതിയിൽ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ മുഖം ഞാൻ നല്ലതുപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, ടോൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖം നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എൻ്റെ മുഖം അൺഈവൻ ടോൺഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉള്ള ഒരു മുഖമാണ്. അത് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്കിപ്പോഴും ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. എനിക്ക് അൺഈവൻ സ്കിൻ ടോണിൻ്റെ പ്രോബ്ലം നല്ലതുപോലെ ഉണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ഏരിയയിലുള്ള കളറല്ല ഈ ഒരു ഏരിയയിലുള്ളത്. അത് എൻ്റെ എന്താ പറയുക സ്കിൻ ടൈപ്പ് തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. എൻ്റെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ഏരിയ ഫുൾ ഓയിലിയാണ്, ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന സ്കിൻ ടോണിലും ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ഡാർക്കാണ്, ഇവിടേക്ക് വരുമ്പോഴത്തേനും കുറച്ച് ലൈറ്റ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറാൻ തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു നൈറ്റ് ഓയിൽ, ഈ ഒരു റോസ്ഹിപ്പ് റെറ്റിനോൾ നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ നൈറ്റ് ഓയിൽ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുവാണ്. ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്, ഈ ഒരു നൈറ്റ് ഓയിൽ കുറച്ച് ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുക്കുവാണ്. 4 ഡ്രോപ്സ് പ്രൊഡക്റ്റാണ് ഞാൻ എടുക്കുന്നത്. അത് മെല്ലെ ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം മെല്ലെ ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന റോസിപ്പ് ഓയിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ സ്കാർസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിമച്വർ ഏജിങ്ങും തടയുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന റെറ്റിനോൾ റിങ്കിൾസും ഫൈൻ ലൈൻസും വരാതെ റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുകയും ഫേം ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള അവക്കാഡോ ഓയിൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും സോഫ്റ്റൻ ചെയ്യുകയും ചെയ്യും. 8 സ്പോട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ സപ്പിളായിട്ട് സൂക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്.
ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു റെറ്റിനോൾ ഓയിൽ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ ഒരു സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെറ്റിനോൾ ഓയിൽ എനിക്ക് യാതൊരു തരത്തിലും എന്താ പറയുക ഇറിറ്റേഷനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റെറ്റിനോൾ ഓയിൽ തന്നെയാണ്. നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ മുഖത്ത് നല്ല ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക നമ്മുടെ സ്കിന്നിലോട്ട് സോക്ക് ആവുകയും ചെയ്യും. നല്ല ഒരു റെറ്റിനോൾ ഓയിലാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ആയിട്ടുള്ള നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് തന്നെയാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് ഇനി ഒരു റെറ്റിനൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെറ്റിനൽ പ്രൊഡക്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റെറ്റിനൽ പ്രൊഡക്റ്റാണ് ഈ ഒരു പിൽഗ്രിമിൻ്റെ റോസിപ്പ് റെറ്റിനോൾ നൈറ്റ് ഓയിൽ എന്നുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവരുടെ വെബ്സൈറ്റിൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പിൽഗ്രിമിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന PGBI15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സിൻ്റെ മേൽ 15% ഓഫും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ റെറ്റിനോൾ സെറത്തിനെ പറ്റിയും റെറ്റിനോൾ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇതൊന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. namitha_mariya എന്നുള്ളതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത തവണ കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.